കുറച്ചധികം ദിവസങ്ങളായി തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന്റെ വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും അറിയുന്നതും. കാരണം അത്രമേൽ വേദനിക്കുന്ന വാക്കുകൾ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വിവരങ്ങളൊന്നും തന്നെ അത്ര സന്തോഷം നൽകുന്ന ഒന്നല്ല. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ സംഭവിച്ച JS സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഓരോ ദിവസവും സിദ്ധാർത്ഥിൻ്റേത് ഒരു വലിയ ഗൂഢാലോചനയിൽ പിറന്ന കൊലപാതകമാണെന്ന് മനസ്സിലാകുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 18 വിദ്യാർത്ഥികളുടെ അമ്മമാരുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചാറ്റാണ്. ആ ചാറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ മകനെ ഞാനന്ന് ജയിലിൽ പോയി കണ്ടു, അവൻ സേഫായിട്ട് കഴിയുന്നു, എനിക്കതുമാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ മകൻ സേഫായിട്ട് ഇരിപ്പുണ്ട്, അതിൽ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയിക്കാനില്ല, എൻ്റെ മകൻ സേഫായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനും സന്തോഷത്തിലിരിക്കുന്നുവെന്ന ഒരു പ്രതിയുടെ അമ്മ പറയുന്നു. എന്തായാലും എൻ്റെ ഭയവും ആശങ്കകളും തീർന്നു. എൻ്റെ മകൻ സേഫാണ്. വൈത്തിരി സബ് ജയിലിൽ അവൻ സേഫായി കഴിയുന്നു. ഇന്ന് അവിടെ പോയി അവനെ കണ്ടു. ഇന്ന് സമാധാനമായി ഉറങ്ങാമെന്ന ആ 18 പ്രതികളിലെ ഒരു അമ്മ, ആ 18 പ്രതികളിലെ ഒരാളുടെ അമ്മ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചാറ്റുകളടക്കം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഭയവും ആശങ്കകളും തീർന്നു എന്ന് പറയുന്ന ഒരു അമ്മയെ ആശ്വസിപ്പിച്ച് മറ്റൊരു പ്രതിയുടെ അമ്മയും അതേ ഗ്രൂപ്പിലെത്തുന്നുണ്ട്. ആശ്വാസവാക്ക് കഴിഞ്ഞ് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ മകനോട്, മക്കളെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കൈകൊണ്ട് ഊട്ടിയ മകനാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ്. എൻ്റെ മകൻ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ അവൻ്റെ അമ്മ 2 കേക്ക് രാത്രിക്ക് രാത്രി ഉണ്ടാക്കി കൊടുത്തു. എവിടെയാണ് തെറ്റുപറ്റിയത്? എനിവേ ഐ ആം അറ്റ് പീസ്. അവന് പഠനം നഷ്ടപ്പെട്ടു, പക്ഷെ അവന് ജീവൻ നഷ്ടപ്പെട്ടില്ല. ജയിലിലാണെങ്കിലും അവൻ സേഫാണ്. ഇനി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, എനിക്ക് അത് മതി. ഇങ്ങനെ പറയുന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ചാറ്റിൽ പുറത്തു വരുമ്പോൾ എല്ലാവരുടെയും നെഞ്ചുകീറുന്ന വേദനയിൽ. അവരുടെ മകൻ സേഫാണ്, അവരുടെ മകൻ്റെ പഠിത്തം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ, അവരുടെ മകൻ മരിച്ചിട്ടില്ല എന്നവർ ആശ്വാസത്തോടെ പറയുന്നു. അപ്പോൾ നിങ്ങൾ സിദ്ധാർത്ഥിൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തോ? നിങ്ങളുടെ മകൻ ഉൾപ്പെട്ട സംഘം കൊല ചെയ്ത ആ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവർക്ക് ഇനി എത്ര നാൾ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും? അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? അവർ ഉറങ്ങിയിട്ട് എത്ര നാളുകളായി എന്നറിയാമോ? ആഴ്ചകളോളം കഴിഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ കേസ് എവിടെയും എത്താതെ നിൽക്കുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ മറ്റൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാം തന്നെ പാർട്ടിയിലെ വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെ നാളെ ഇവർ പുറത്തിറങ്ങുമെന്നുള്ള ബോധ്യം എല്ലാവർക്കുമുണ്ട്. ഈ കേസ് പഴയതുപോലെ എല്ലാം അട്ടിമറിക്കപ്പെടും. എന്നിരുന്നാലും നിങ്ങൾ ഇത് അറിയേണ്ട കാര്യമുണ്ടോ? സിദ്ധാർത്ഥിന്റെ അമ്മയുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ സ്വന്തം മകൻ രക്ഷപ്പെട്ടു എന്നും, അതും ക്രിമിനലായ സ്വന്തം മകൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ അമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. ഇവർക്കൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് ആണ്. അമ്മ ഇങ്ങനെയല്ലേ സംസാരിക്കുക, എന്നാൽ മകൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്ക് ഊഹിച്ചുകൂടെ? അത്തരത്തിൽ ഒട്ടും മനുഷ്യത്വമില്ലാത്ത വാക്കുകളാണ് ഇപ്പോൾ പ്രതികളുടെ അമ്മമാരടങ്ങുന്ന PTA ഗ്രൂപ്പിൽ സംസാരമായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറെയും എല്ലാവരും ദുഃഖിപ്പിക്കുന്ന വാർത്ത. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.